ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് നമുക്കൊരു ടയോട്ട കോളിസിൻ്റെ ഗ്യാസ് ലീക്ക് ആയത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. എവിടെയെന്നുള്ളതെന്ന് കണ്ടുപിടിക്കാം. അതിന് ശേഷം ബാക്കിലെ കൂളിംഗ് കോയിൽ ഒന്ന് ക്ലീൻ ചെയ്യണതും കാണിച്ചു തരാം. നമ്മളിപ്പോൾ പ്രഷർ ടെസ്റ്റ് അടിച്ച് ലീക്ക് നോക്കുകയാണ്. അപ്പോൾ പ്രഷർ സ്വിച്ച് ലീക്കായിട്ടാണ് നമുക്ക് കാണിക്കണത്. കണ്ട, അതിൽ വെള്ളം ഒഴിച്ചപ്പോൾ ബബിളായിട്ട് വരും. അപ്പോൾ മറ്റുള്ള ഭാഗങ്ങളൊക്കെ ജോയിൻ്റ് കാര്യങ്ങളൊക്കെ ലീക്ക് നോക്കി വേറെ ഭാഗത്ത് ലീക്കില്ല എന്നുള്ള ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് ഈ സ്വിച്ച് മാറ്റാവുന്നതാണ്. ഈ സ്വിച്ചിൻ്റെ പ്രവർത്തനം വെച്ചാൽ ഗ്യാസ് ഇല്ലാത്ത ടൈമിൽ ഒരു നിശ്ചിത പ്രഷർ ഗ്യാസ് കുറയുമ്പോൾ കംപ്രസർ വർക്ക് ചെയ്യാതിരിക്കാനും ഓവർ പ്രഷർ ആകുമ്പോൾ കംപ്രസർ വിടാനും അതിന് വേണ്ടിയാണ് ഈ സ്വിച്ച് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ ഇവിടെ ലീക്കില്ലെന്നുള്ള ഉറപ്പ് വരുത്തിയതിന് ശേഷം പ്രഷർ സ്വിച്ച് മാറ്റി നമുക്ക് ബാക്കിലെ കൂളിംഗ് കോയിൽ ഒന്ന് ക്ലീൻ ചെയ്യാം. ഗ്യാസ് അടിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഇതിൻ്റെ പൈപ്പ് പിടിക്കുമ്പോൾ ഗ്യാസ് പിന്നെയും പോകും. അതിനായിട്ട് സൺലൈസർ അത് ഈ ഭാഗത്തെ ഈ പ്ലാസ്റ്റിക് കവർ അഴിക്കണം. അതിന് വേണ്ടി 14 ബോൾട്ട് അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് ബെൽറ്റിൻ്റെ ഇറക്കി കഴിഞ്ഞാൽ ഇവിടെ ലോക്കാണ്. സ്ക്രൂ എല്ലാം ഒന്നും നേരെ അടിയിലേക്ക് വലിച്ചാൽ മതി. ലോക്കാണ്. അപ്പോൾ സൈഡിലേക്കൊക്കെ വലിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ലോക്ക് പൊട്ടാനുള്ള ചാൻസ് കൂടും. നേരെ അടിയിലേക്ക് വലിച്ചാൽ മതി. അതേപോലെ തന്നെ അടുത്ത സൈഡും അവിടെ നമ്മൾ സീറ്റ് ബെൽറ്റിൻ്റെ 14 ബോൾട്ട് അടിക്കണം. അല്ല, നേരെ അടിയിലേക്ക് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഈ കവർ ഇങ്ങനെ പോരും. രണ്ട് സൈഡിലേയും കവർ ഇങ്ങനെ നമ്മൾ ഊരി മാറ്റി വയ്ക്കാം. അതിന് ശേഷം ഡ്രൈനേജ് പൈപ്പ് കണ്ട, ഈ ലോക്ക് വഴി നിൽക്കുന്നത്. അപ്പുറത്തെ സൈഡും നമുക്ക് ഇതുപോലെ തന്നെ കവർ അടിക്കാം. നേരെ വെച്ചാൽ മതി കറക്റ്റായി. ഇത് ഡ്രൈനേജ് ഹോസാണ്. അതായത് ഇവിടെ വരുന്ന കൂളിംഗ് കോയിൽ നിന്ന് വരുന്ന വെള്ളം അടിയിലേക്ക് പോകാനായിട്ടുള്ള പൈപ്പാണിത്. ഇത് 2 തലക്കലുണ്ടാവും. ഇത് ഈ സൈഡും ഉള്ള 2 കണക്ഷൻ പിടിക്കണം. ഇത് ഫാനിലേക്കുള്ള സപ്ലൈയുടെ വയറാണ്. അത് നമ്മൾ ഒന്ന് പിടിച്ച് വേണം. അതായത് ഫാനിൻ്റെ സ്വിച്ച്, ഈ സ്വിച്ചിൻ്റെ കവർ ഊരിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൊരു 10 ബോൾട്ട് വരും. അതഴിക്കേണ്ടതുണ്ട്. ഇതിവിടെ ഈ ലൈറ്റ് വരുന്ന ഭാഗത്ത് നമുക്ക് 2 സ്ക്രൂ വരും. സ്റ്റാർ സ്ക്രൂ വരും 2 അതഴിക്കണം. അതുപോലെ തന്നെ ലിക്വിഡ് പൈപ്പും സെക്ഷൻ പൈപ്പും അത് രണ്ടും നമ്മൾ അഴിക്കണം. ഡ്രൈനേജ് ഹോസ് പിടിക്കണം ഈ സൈഡിൽ. അതിന് ശേഷമാണ് നമ്മൾ 10 കണ്ട ബോൾട്ട് അവിടെ ഒരെണ്ണം വരും. ഇതിവിടെ ഒരു നെട്ട് വരും. അതിന് ശേഷം അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു 10 വരും. ഇവിടെ 2 സ്റ്റാർ സ്ക്രൂ വരും. ഇവിടെ ഒരു 10 നെട്ട്, ഇവിടെ ഒരു 10 അങ്ങനെ 7 പിടുത്തോണ്ട് വരുന്നത് മൊത്തത്തിൽ. അത് ഊരിക്കഴിഞ്ഞാൽ നേരെ നമുക്ക് അടിയിലേക്ക് സെൻട്രലൈസറുടെ യൂണിറ്റ് നമുക്ക് പുറത്തേക്ക് എടുക്കാവുന്നതാണ്. അത് നമ്മൾ സ്ക്രാച്ച് ആകാത്ത രീതിയിൽ അടിയിൽ വല്ല കാർബോർഡ് എങ്ങനെ ഇട്ടതിനോ അല്ലെങ്കിൽ സ്പോഞ്ച് വല്ല ഇട്ടതിന് ശേഷം വെച്ചതിന് നമുക്ക് സ്ക്രൂകളുണ്ട്. എന്നാലും അത് പീസാക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഉള്ളിലൊരു സ്ക്രൂ വരും. ഇവിടെ തന്നെ ഇങ്ങനെ ഭാഗത്തൊക്കെ സ്ക്രൂ വരുന്നുണ്ട്. ഇതൊക്കെ അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കവർ ഇങ്ങനെ വരാമെന്നാണ്. എൻ്റെ ഇത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം. കവർ അഴിച്ച് മാറ്റിയതിന് ശേഷം നമുക്ക് കണ്ടാം, ഇതാണ് ഫാൻ. അതായത് ഇപ്പോൾ ഈ ഫാൻ ആരും ഇതിന് മുമ്പ് പണിതിട്ടുണ്ട്. അപ്പോൾ ഈ ഫാനിൻ്റെ ബുഷിൻ്റെ ഇടയിൽ പൊടി കയറിയിട്ട് തിരിയുമ്പോൾ ഒരു സൗണ്ട് വരുന്നതാണ്. ഒരു ബുഷിൻ്റെ ഉള്ളിൽ ഓയിലില്ലാണ്ട് വരുമ്പോൾ ഒരു സൗണ്ടാണത്. അത് നമുക്ക് ഫാനിൻ്റെ അവിടെയൊക്കെ ബുഷിൻ്റെ അവിടെയൊക്കെ ഓയിലൊക്കെ കൊടുത്ത് രണ്ടാമത് സെറ്റ് ആവുന്നതാണ്. അതിന് ശേഷം
തിരിച്ച് ഫിറ്റ് ചെയ്യാം നമുക്ക്. എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടനോട് ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്.